മലയാളത്തിൽ ആദ്യമായി LED സ്ക്രോളിംഗ് ഡിസ്പ്ലേ ബോർഡിന്റെ ട്യൂട്ടോറിയൽ ഞാൻ ഈ വീഡിയോയുടെ കംപ്ലീറ്റ് ഭാഗങ്ങൾ കാണിക്കുന്നു. സ്ക്രോളിംഗ് LED ബോർഡ്. അപ്പോൾ ഇത് സാധാരണ ഇലക്ട്രോണിക്സ് അറിയുന്ന എല്ലാവർക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റിയൊരു വർക്ക് തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഫാബ്രിക്കേഷൻ വർക്ക് കുറച്ച് അറിഞ്ഞിരിക്കണം, പിന്നെ കുറച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാം കുറച്ച് ചെയ്യാൻ അറിയാനുള്ളൊരു കഴിവ് വേണം, പിന്നെ അത്യാവശ്യം ഇലക്ട്രോണിക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ. വേറെ ഇലക്ട്രോണിക്സിന് കണക്ഷൻ കൊടുക്കേണ്ട ഒരു കാര്യമുള്ളൂ. പിന്നെ പ്രോഗ്രാമിംഗ് ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സാധനം. ഈ ഫാബ്രിക്കേഷനാണ് പിന്നെ ഇതിൻ്റെ വർക്കിൻ്റെത്. പിന്നെ നമുക്ക് ഐഡിയക്കനുസരിച്ച് പല മോഡലിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സിംഗിൾ കളറിലുള്ള ഡിപ്പ് LED ഡിപ്പ് ടൈപ്പാണ്. അതായത് കുറച്ച് ആംഗിൾ വ്യൂ കൂടുതലുണ്ടാവും ഈ ടൈപ്പ് LEDക്ക്. കൂടുതൽ ലൈഫ് ഇതിനാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ SMD ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള സാധനമുണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു ഡിപ്പ് LED ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറെ ടൈപ്പ് SMD ഉണ്ട്. SMD മോഡലാണ് ഇത്. SMD ആണ് ഇതിൽ വരുന്നത്. ഇത് ഒരു മുമ്പ് ഇറങ്ങിയതാണ്. ക്വാളിറ്റി ഡിപ്പിനെ അപേക്ഷിച്ച് കുറവാണ് ഇതാണ്. പിന്നെ ഇതിൻ്റെ ഈ ടൈപ്പ് ഇതിൻ്റെ നല്ല ടൈപ്പ് വരുന്നുണ്ട്, ഒരു നല്ല മോഡൽ വരുന്നുണ്ട്. പക്ഷെ അതിനാണെങ്കിൽ കണ്ണിൽ കുത്തുന്ന ഒരു പ്രശ്നമൊന്നും വരില്ല. മറ്റേതിൻ്റെ കുറച്ച് വെളിച്ചം കുറച്ച് ഹാർഡായിട്ടാണ് വരിക. കാരണം 120 ആംഗിളിനോളം അതുണ്ടാവും. ഇതാവശ്യം ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഇത് വരിക. അപ്പോൾ ഇത് ഈ കണ്ണിലേക്ക് പെട്ടെന്ന് തറക്കില്ല. ഇൻഡോർ ഉപയോഗത്തിനൊക്കെയാണ് ഇത് കുറച്ചും കൂടി നല്ലതായിരിക്കും ഈ SMD വരുന്നത്. അതിന് ക്വാളിറ്റി ഉള്ള സാധനമുണ്ട്, കമ്പനി സാധനങ്ങൾ തന്നെ ഉണ്ട് ഉപയോഗിക്കുന്നത്. ഇത് പല റൈറ്റിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ലോ കോസ്റ്റ് സാധനമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് പല റൈറ്റും ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല ക്വാളിറ്റിയിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ലൈഫ് കിട്ടും. പിന്നെ LED പോവില്ല. മറ്റേ ചിലത് ഓരോ LED പോവും. ഇത് വന്ന് വൈറ്റിലൊക്കെയാണ് കൂടുതൽ LED പോകുന്നത് കാണുന്നത്, വൈറ്റ് കളറിൽ. ഇതിൽ തന്നെ ഇത് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു മോഡ്യൂള് 1 ഫൂട്ട് ലെങ്ത്ത്, ഏകദേശം 1 ഫൂട്ട് ലെങ്ത്താണ് ഇതിന് വരുന്നത്. 1 ഫൂട്ട് ലെങ്ത്ത്, 1/2 ഫൂട്ട്, 6 ഇഞ്ച് ഹൈറ്റ്, 12 ഇഞ്ച് നീളം. 32x16 ഇതിൻ്റെ LED വരുന്നത്. പിക്സൽ അതാ വരുന്നത്. ഇത് തൊട്ടടുത്തടുത്ത് LED വരുന്നുണ്ട്. 64 LED വരുന്ന പോയിൻ്റ് ഒക്കെ. ഇത് P10 എന്ന മോഡലാണ്. 10 ഇഞ്ചാണ്. P10 എന്നുള്ളൊരു LED ആണ് ഇപ്പോൾ സാധാരണ കോമൺലി ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ വെറൈറ്റി പല ടൈപ്പ് ഉണ്ട്. P5, P6, P8, അങ്ങനെ P8 എന്നൊക്കെ പറയുമ്പോൾ mm-ൻ്റെ വ്യത്യാസം വരും. അതായത് കുറച്ചുകൂടി അടുത്തടുത്ത LED ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നൊരു P10ൻ്റെ ഒരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയറും എല്ലാ കാര്യത്തിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇതാണ് SMD ബോർഡ്. ഇതാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന പവർ സപ്ലൈ, ഇതിൽ സാധാരണ ഒരു 5 ആംപിയറോളം കൺസ്ട്രക്ഷൻ ഉണ്ടാവും. പവർ കൺസ്ട്രക്ഷൻ വരും. 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 വോൾട്ടിന് 5 ആംപിയർ ഏകദേശം വലിയ ഡിപ്പ് LEDക്ക്. SMDക്ക് ആണെങ്കിൽ ഒരു 3 ആംപിയറിലൊക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള വർക്ക്. SMDക്കാണ് കറണ്ട് കുറച്ച് റേറ്റ് കുറവായിരുന്നു. കറണ്ട് റേറ്റിംഗ് കുറച്ച് കുറഞ്ഞിട്ട്. പിന്നെ ഇതിൽ വരുന്ന SMBS കുറേ മോഡൽ ടൈപ്പ് SMBS വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അവൈലബിൾ. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. കൊറിയൻ്റെ ഒരു മെയ്ഡ് ഇൻ കൊറിയ ഒരു വേറെ SMBS ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇതാണ് ഉപയോഗിക്കുന്നത്. കൊറിയൻസ് ആദ്യം ചൈനീസാണ് ആദ്യം വന്നുകൊണ്ടിരുന്നത്. കുറച്ച് ക്വാളിറ്റി കൂടി SMBS ഒക്കെ വരുന്നുണ്ട്. റൈറ്റ് കുറഞ്ഞ ആൾക്കാർ മറ്റേ തന്നെ വെച്ചിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അത് അല്ലെങ്കിൽ ആ വിലയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം ഇനി ഫാബ്രിക്കേഷൻ വർക്കൊക്കെ കുറച്ച് നല്ല വർക്ക് വരുന്നതാണ്. പിന്നെ സീൽ ചെയ്തിട്ടൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് എക്സ്പെൻസ് വരും. കേസ് ഉണ്ടാക്കുന്നതിൽ കുറച്ച് എക്സ്പെൻസ് വരും. ഇത് SMBS തന്നെ 40 വാട്ട്സിൻ്റെ ചെറിയ ടൈപ്പുള്ള ഒരു SMBS വരുന്നത്. ഇപ്പോൾ അടുത്ത് വന്നൊരു സാധനമാണ്, കൊറിയൻ സാധനമാണ്. കുറച്ച് ചെറുതാക്കി വന്നിരിക്കുന്നത്. അതായത് കൊറിയൻ്റെ വേറെ ടൈപ്പ് സ്ലിം ടൈപ്പ് ഒരു SMBS വരുന്നുണ്ട്. ഇത് 300 വാട്ടാണ്. ഒരു 60 ആംപിയറോളം വരുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം. ലോക്കൽ ടൈപ്പ് വരുന്നുണ്ട്. അതിന് ആംപിയർ അത് എടുക്കാൻ പറ്റില്ല. നമുക്കിത് എത്ര എണ്ണം പാനൽ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. 5 ആംപിയർ അങ്ങനെ വരുന്നുണ്ട്. അവിടെ എത്ര എണ്ണം ഇത് ഉപയോഗിക്കുന്നതിൻ്റെ അതിനനുസരിച്ചുള്ള ആംപിയറുള്ള പവർ സപ്ലൈ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഞാൻ ഇതെങ്ങനെ പ്രോഗ്രാം ചെയ്യും, ഇതിൻ്റെ അസംബ്ലിങ് ഒരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം.
വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ട് വിൻഡോസ് 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ LED ഷോ TW2017 എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പ്രോഗ്രാമിംഗ് വീഡിയോ ശ്രദ്ധിക്കുക. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. BX സീരീസിലുള്ള ഒരു LED കൺട്രോൾ ബോർഡിന്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത്. LED ഷോ TW2017 എന്ന ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. സാധാരണ ഇതിനായിട്ട് ഒരു പാസ്വേഡ് ചെയ്യേണ്ടതുണ്ട്. 168 ആണ് സാധാരണ കോമൺലി വരുന്ന പാസ്വേഡ്. പിന്നെ 888 ചില കൺട്രോൾ ബോർഡിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ എത്ര വലുപ്പത്തിലുള്ള LED ആണ് ചെയ്യുന്നത് എന്നുള്ള ആ ധാരണയ്ക്കുള്ള ഒരു സ്ക്രീനാണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു 16 ഫൂട്ടിൻ്റെ ഡബിൾ സൈഡ് ആയിട്ടുള്ള ഒരു LED കൺട്രോൾ LED പാനലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സ്ക്രീൻ സെറ്റിങ്സ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ഈ കാണുന്ന ഇതിൽ സെറ്റപ്പിൽ സെറ്റ് സ്ക്രീൻ പാരാമീറ്റർ എന്ന ഓപ്ഷൻ എടുത്ത ശേഷം അതിൽ പാസ്വേഡ് 168 കൊടുക്കുക. അതിനുശേഷം ഓക്കെ അടിക്കുക. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ 16 ഫൂട്ടിൽ 2 ഫൂട്ട് ഹൈറ്റും 4 ഫൂട്ട് ലെങ്ത്തിൻ്റെ 2 സൈഡ് ആയിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പം 4:2 ഒരു സൈഡിലെ സൈസ് വരുന്നത്. ഒരു LED 32x16 ഒരു LED പാനൽ വരുന്നത്. അങ്ങനെ 2 പാനലാണ് ഒരു ഫൂട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 2 ഫൂട്ട് ഹൈറ്റ് ആയതുകൊണ്ട് 4 ടെർമിനലുള്ള ഒരു LED കൺട്രോൾ ബോർഡാണ് വേണ്ടത്. അത് X സീരീസ് ഉള്ള ഒരു കൺട്രോൾ ബോർഡാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. X സീരീസ്. അത് ആദ്യമേ X സീരീസ് സെലക്ട് ചെയ്യുക, ഏതാ കൺട്രോൾ ബോർഡ് എന്നുള്ളത്. ഈ X സീരീസിൽ XU4L എന്നുള്ള ഒരു കൺട്രോൾ കാർഡാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിന് നമുക്ക് ടോട്ടൽ സൈസ് എന്ന് പറഞ്ഞാൽ 32x4 ഒരു സൈഡ് 128 ആണ് നമ്മുടെ വിഡ്ത്ത് വരുന്നത്. ഈ 128 × 2 സൈഡ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 256 256 ആണ് 2 സൈഡിലെ നീളം കൊണ്ട് ഒന്നിച്ചാണ് സ്ക്രീൻ വിഡ്ത്ത് ചെയ്യേണ്ടത്. ഹൈറ്റ് ടോട്ടൽ 2 ഫൂട്ട് എന്ന് പറയുമ്പോൾ 16x4 64 2 ഫുട്ട് ഹൈറ്റ് അതാണ്. അത് 2 ചെയ്ത ശേഷം റൈറ്റ് പാരാമീറ്റർ ചെയ്യാൻ വേണ്ടി ആദ്യം പ്രോഗ്രാം ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൽ നമുക്ക് ഇമേജിൻ്റെ സൈസ് ഇതിൽ സെറ്റ് ചെയ്യേണ്ടതാണ്. ഇമേജിൻ്റെ സൈസ് ഒരു സൈഡിലേക്കുള്ള സൈസ് 128 ആണ്. 4 ബോർഡ് 32x4 128 അപ്പോൾ ഇതിൽ 128 സെറ്റ് ചെയ്യുക. 128ൽ 2 കളറിലാണ് ചെയ്തിരിക്കുന്നത്, റെഡും ഗ്രീനും. അപ്പോൾ ഗ്രീനിൻ്റെ സൈസിൽ ഫുൾ മൊത്തമായിട്ട് വരാൻ വേണ്ടിയിട്ട് 16x2 32 സൈസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു സ്ക്രീനിലെ ആ പോർഷനിലുള്ള ഒരു ഇമേജാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഡ്രാഗ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഭാഗം. ഇതുപോലെ 4 സൈഡിലേക്ക് വേണ്ടതുണ്ട്. അടുത്ത ഒരു ഫ്രെയിമിലേക്കുള്ളത് ഒരു ഫ്രെയിമും കൂടി 128x32 എന്ന സ്ക്രീൻ സെറ്റ് ചെയ്യുക. ഇത് ഇപ്പോൾ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. 32 ആണ്. 31 28 2 സൈഡിന് ശേഷം അടുത്ത ഒരു സബ് ടൈറ്റിൽ അടുത്ത അടിയിൽ ഇതേ അളവിൽ തന്നെ സെറ്റ് ചെയ്യുക. 128x32 അതിൽ 2 സബ് ടൈറ്റിൽ സെറ്റ് ചെയ്ത ശേഷം 2 സൈഡിലുള്ള എല്ലാ സെറ്റിങ്സ് കഴിഞ്ഞു. ഇനി ഇതിൽ പ്രോഗ്രാം നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. 128x32 പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി ഈ അടിയിൽ കാണുന്ന ഇതിൽ ടെക്സ്റ്റ് സബ് ടൈറ്റിൽ ടെക്സ്റ്റിലാണ് ഇമേജ് എടുത്തത്. ടെക്സ്റ്റിലാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇതിൽ ഈ സെലക്ട് ചെയ്യേണ്ട ANSI ക്യാരക്ടർ ഇതിൽ സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഫോണ്ട് ചെയ്ത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം.
ആദ്യമായിട്ട് പേര് കൊടുക്കുക. അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് ബോൾഡ് ആണെങ്കിൽ ബോൾഡ് ചെയ്യുക. ഇതിൻ്റെ സൈസ് സെറ്റ് ചെയ്യുക. ഇതിൻ്റെ അലൈൻമെൻറ്റ് ചെയ്യുക, സെൻട്രലിൽ അലൈൻ ചെയ്യുക. സൈസ് മാക്സിമം LED എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മാക്സിമം സൈസിൽ ചെയ്യുക. 28 മാക്സിമം സൈസ് 28 ആണ് വരുന്നത്. ഇതിൻ്റെ കോപ്പി മറു സൈഡും കൊടുക്കുക. ഇത് ഈ ഫസ്റ്റ് ഒരു സൈഡാണ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ മറു സൈഡാണ്. അത് ടെക്സ്റ്റിൽ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയാവും. രണ്ടാമത്തെ ഇമേജിൽ പേര് ടൈപ്പ് ചെയ്യുക. സെലക്ട് ചെയ്യേണ്ടത് NSIയിലേക്ക് ചേഞ്ച് ചെയ്യണം. ഹോട്ടൽ സെലക്ട് ചെയ്യുക. ഫോണ്ട് കുറച്ച് ബോൾഡായിട്ടുള്ള ഫോണ്ട്. സൈസ് കൂട്ടുക. ഇതിൻ്റെ കോപ്പി എടുക്കുക, മറു സൈഡ് ടെക്സ്റ്റ് അടിക്കുക, പേസ്റ്റ് ചെയ്യുക. രണ്ട് സൈഡും ഒരേപോലുള്ള മാറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഓരോ എഫക്റ്റുകൾ, ഇതിൽ റാൻഡം എഫക്റ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒരു സിമ്പിൾ എഫക്റ്റ് മാത്രം വേണമെങ്കിൽ ചെയ്യാം. മൂവ് ലെഫ്റ്റ്, രണ്ടും മൂവ് ലെഫ്റ്റ് ഒരു സിംഗിൾ എഫക്റ്റ് മാത്രം കൊടുത്തിരിക്കുന്നു. മൂവ് ലെഫ്റ്റ് മാക്സിമം സ്പീഡാണ് ഒന്നുകൂടി ഷോ ഉണ്ടാവും. ഫാസ്റ്റ് ആക്കുക. ഇതിൻ്റെ എഫക്റ്റ് 2 സ്പീഡ് കൊടുത്തിരിക്കുന്നത്. സ്പീഡ് കുറച്ചും കൂടി 2 മതി സ്പീഡ്. ഓക്കെ. അതിനുശേഷം പ്രോഗ്രാം ഇപ്പോൾ 2 സ്റ്റെപ്പ് പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ട്. 1 2 2 സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. അത് നേരെ USB FAT32 ഒരു ഫോർമാറ്റ് ചെയ്തൊരു USB-യിലേക്ക് സേവ് ചെയ്യാം. ടെസ്റ്റ് ചെയ്ത് നോക്കാം. താഴത്തെ ഇതിൻ്റെ അധികം എഫക്റ്റുകൾ അധികം സിംഗിൾ എഫക്റ്റ് കൊടുക്കുന്നത് നല്ലത്. റാൻഡം എഫക്റ്റ് മാറ്റിയിട്ട് സിംഗിൾ എഫക്റ്റ്
ഇത് ഹോൾഡ് ചെയ്യേണ്ട ടൈമൊക്കെ അതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്കിത് ഫാസ്റ്റായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വരേണ്ടതുകൊണ്ട് ഇത് ഈ സ്പീഡ് തന്നെ മതി. ഫസ്റ്റ് സെക്കൻഡ് 2 മൂന്നാമത്തെ പ്രോഗ്രാമാണത്.